ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കൂടലൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് വീട്ടിൽ കൂടലായിട്ടുള്ളത്. നമ്മൾ വണ്ടികളൊക്കെ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ അനിയൻ്റെ സ്ഥലമാണ്. വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൻ്റെ ചുറ്റും നമുക്ക് കോമ്പൗണ്ട് ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല ലാസ്റ്റ് മൊമെൻറ്റിൽ. അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ഇടാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ജെല്ലി ഇട്ട് വിട്ടിട്ടുള്ളത്. ഇവിടെയെല്ലാം ചളി ഉള്ളത് കൊണ്ട് നമ്മൾ 40 mm ഇട്ടിട്ടുള്ളത് ടെമ്പററി. അപ്പോൾ നമ്മൾ LED സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു കേരള സ്റ്റൈലാണ് നമ്മൾ പ്ലാൻ ആക്കിയത്. അതുപോലെ തന്നെ ഈ മെറ്റലിൻ്റെ പർഗോലാസും രണ്ട് വണ്ടിക്കുള്ള പോർച്ചാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ സൈഡിലാണ് ഇങ്ങനെ നിർത്തുന്നത്. കിണർ അതുപോലെ തന്നെ കിണർ നമ്മൾ ക്ലോസ് ആക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്ലാബിൻ്റെ പീസ് എടുത്ത് ക്ലോസ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതിന് ഇനിയും മെറ്റൽ വർക്ക് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അകത്തോട്ട് കിടക്കാം. നമ്മൾ വീടിന് അയോധ്യ ആണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ സൈഡിൽ കൂടി ചാറ്റിലടിക്കുന്നുണ്ടായി. ഇവിടെ ചെറിയൊരു സീറ്റിംഗ് സ്പേസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇത് ഷൂ റാക്കാണ്. ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോർസും പിന്നെ ഇതിലുള്ള പാർട്ടീഷൻസ് വന്നിട്ട് ഫെറോ സിമെൻറ്റ് പാർട്ടീഷൻസാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വിൻഡോസ് എല്ലാം നമ്മൾ UPVC ആണ് ചെയ്തിട്ടുള്ളത്. UPVC. ഇതിൻ്റെ ഉള്ളിൽ നമ്മളതേ ഡിസൈനിൽ മെറ്റൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്, സ്ക്വയർ ട്യൂബിൽ. പിന്നെ ടൈൽ അതുപോലെ തന്നെ വുഡൻ പ്ലാങ്ക്സ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഡോറാണ്. നമ്മൾ ഈ വീടിൻ്റെ പ്രത്യേകത, നമ്മളുടെ വീട്ടിൽ വുഡിൻ്റെ ഒരു പരിപാടിയില്ല, ഫുൾ മെറ്റലും UPVC ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെറ്റൽ ഡോറാണ്. കിൻസ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലോക്ക് സിസ്റ്റമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നോർമലി നമുക്കൊരു സിംഗിൾ ലോക്ക് വരുന്ന സ്ഥലത്ത് ഇതിന് ഒരുപാട് ലോക്ക്സ് വരുന്നുണ്ട്. അറൗണ്ട് 16 to 18 ലോക്ക്സ് വരുന്നുണ്ട്. എമർജൻസി ലോക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു സിംഗിൾ സ്റ്റെപ്പും പിന്നെ മെയിൻ ലോക്ക് ഇത്രപ്പാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സിംഗിൾ ഡോറും ഓപ്പൺ ആക്കാവുന്ന ആ ഒരു സെറ്റപ്പിലാണുള്ളത്. പിന്നെ ഇവിടെ ഒരു കോർണർ സെറ്റിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫുൾ ട്രിപ്പേഴ്സ് വരുന്നത്. അതിലൂടെ ഒരു ചെറിയൊരു സ്ലൈഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് JCBയും എക്സ്കവേറ്ററും ആയതുകൊണ്ട് അത് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഈ ഒരു സ്പേസ് ഉണ്ട്. TV യൂണിറ്റ്, അതുപോലെ തന്നെ ഇതൊരു ഷീറ്റ്സാണ് വരുന്നത്, അതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ ചെറിയ ഒരു പൂജ യൂണിറ്റാണുള്ളത്. ടോപ്പിലാണെങ്കിൽ നമ്മൾ എവിടെയും POP ചെയ്തിട്ടില്ല. ഫുൾ LED സ്ട്രിപ്സും പിന്നെ സ്പോട്ട് ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീട്ടിൻ്റെ ടോട്ടൽ വിൻഡോസ് ആണെങ്കിലും ഡോർസ് ആണെങ്കിലും നമ്മൾ UPVCയിലാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോറ് പിന്നെ ബാക്ക് ഡോർ മാത്രം നമ്മൾ മെറ്റൽ ഡോർസാണ് കൊടുത്തത്. നമ്മൾ ഡൈനിങ്ങും പിന്നെ കിച്ചനും മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ടൈൽസും 5x3 ആണ്. പിന്നെ നമ്മളൊരു ചെറിയൊരു ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണാണുള്ളത്. 10x10 ആണ് ഓപ്പൺ കിച്ചൺ ഉള്ളത്. ഓപ്പൺ കിച്ചണിൽ നമ്മൾ ടോപ്പ് ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ആക്കുന്നുണ്ട്. താഴെയും അതുപോലെ തന്നെ. നമ്മളിതിൻ്റെ പാർട്ടീഷൻസൊക്കെ ഫെറോ സിമെൻറ്റിലും
പിന്നെ ടോപ്പ് ഗ്രാനൈറ്റും അതിന് ഡോർസൊക്കെ ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചിമ്മിണി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റ് ഫേസിങ് സൈറ്റ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് സ്റ്റെയർസ് നമ്മൾ മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡബിൾ ഹൈറ്റിൻ്റെ ആ സൈഡിൽ നമ്മൾ ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലായിടത്തും UPVC വിൻഡോസും പിന്നെ ഡബിൾ ഹൈറ്റിൻ്റെ ആ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു കോർട്ട്യാർഡാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിന് നമുക്ക് ഡയറക്റ്റ് പുറത്തിറങ്ങാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പിൽ. ഇതിന് സേഫ്റ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുൾ മെറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലാണ് നമ്മൾ ഇൻവെർട്ടർ പോയിൻ്റ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് താഴെ നമ്മളുടെ ഒരു സിംഗിൾ ബെഡ്റൂമും ഹാളും കിച്ചനും ആണുള്ളത്. ഇതൊരു കോമൺ ടോയ്ലറ്റാണ്. അതിന് ടച്ചായിട്ട് നമ്മൾ വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിന്. പിന്നെ എല്ലാ ഷവർ സിസ്റ്റമല്ല, നമ്മൾ ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് താഴത്തെ ബെഡ്റൂം. ഇവിടെ ഒരു ക്വീൻ സൈസ് കോട്ടും അതുപോലെ തന്നെ ഒരു കബോർഡാണ് ഉള്ളത്. പിന്നെ ടോപ്പിൽ മാത്രം ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച് ടോയ്ലറ്റാണ്. എല്ലാത്തിനും നമ്മൾ ഗീസർ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂംസിലും AC പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് മാറ്റാൻ പറ്റില്ല. ആര് കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാം മാക്സിമം എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ട് എല്ലാം കൊടുക്കൽ നല്ലതായിരിക്കും. ഇതാണ് നമ്മൾ ഹൈലൈറ്റ്. ഇത് സ്കൈലൈറ്റ് വ്യൂ ആണിത്. അതിൽ തന്നെ നമ്മളൊരു ഷാൻഡ്ലിയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം LED വർക്കാണ് മാക്സിമം ഉള്ളത്. ഇത് നമ്മുടെ ഇലക്ട്രീഷ്യൻ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടായിരുന്നു, ഷറഫ് എന്നാണ് അതിൻ്റെ പേര്. സോ പുള്ളി നല്ല സ്കിൽഡ് ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ഒരു ഓൾമോസ്റ്റ് കുറേയൊക്കെ പുള്ളിക്കാരൻ്റെ ഐഡിയയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഡബിൾ ഹൈറ്റിൻ്റെ ആ ഒരു സ്ഥലത്ത് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇതൊന്നും നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തതാണ്. ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വ്യൂ എല്ലാം കാണാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. ഇപ്പോൾ മഴയായതുകൊണ്ട് എല്ലാ വണ്ടി വന്നിട്ടാണുള്ളത്. വീഡിയോ ഇങ്ങനെ എടുക്കണമെന്ന് കുറേയായി വിചാരിക്കുന്നത്, സമയം കിട്ടുന്നുണ്ടായില്ല. ഇത് നമ്മുടെ ടോപ്പിലാണെങ്കിലും നമ്മൾ ആ ജനലിൻ്റെ അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഫുൾ മെറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് ഒരു ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ ടോപ്പിൽ 10 mm ടഫ് ആൻഡ് ഗ്ലാസ്സാണ് യൂസ് ആക്കിയിട്ടുള്ളത്. മുകളിലൊരു ചെറിയൊരു ലിവിങ് ഉണ്ട്. പിന്നെ ഇതൊരു ബാർ സ്പേസാണ്, ചെറിയൊരു ബാർ കൗണ്ടർ. അതിനുള്ള ഫ്രിഡ്ജിന് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് 2 ബെഡ്റൂമും ഒരു ചെറിയ അപ്പർ ലിവിങ് ആണുള്ളത്, ഒരു ചെറിയൊരു ബാൽക്കണി. അപ്പോൾ താഴത്തെ ബെഡ്റൂം എങ്ങനെയുണ്ട് അതുപോലെ തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത്, ബെഡ്റൂം വിത്ത് അറ്റാച്ച് ടോയ്ലറ്റ് ആയിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ വാർഡ്രോബ്സൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫെറോ സിമെൻറ്റ് പാർട്ടീഷൻസും ഡോർസ് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ബെഡ്റൂംസിലും ഫുട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഷ്റൂംസിലാണെങ്കിലും നമ്മൾ ഈ ഷവറിന് ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തത്, ജാഗ്വാറിൻ്റെ. ബാത്റൂം ഡോർസൊക്കെ നോർമൽ PVCയും മെയിൻ ഡോർസെല്ലാം UPVC ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കിടക്കുന്നത് നമ്മൾ കിച്ചൻ്റെ ടോപ്പിലേക്കാണ്. ഇതൊരു ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഈ സ്പേസ് നമ്മൾ വാഷിംഗ് സ്പേസ് ആയിട്ട് യൂസ് ആക്കുന്നുണ്ട്. ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഈ തുണിയൊക്കെ ആറിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വെച്ചിട്ടുള്ളത്. ഇതിന് ഇനി ഡ്രസ് വർക്ക് ആക്കാനുണ്ട്. ഇത് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ചെറിയ കവറിങ് കൊടുത്തിട്ടുണ്ട്. ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ തുണി നനച്ച് ആറിടാൻ ബുദ്ധിമുട്ടുള്ളത്. അങ്ങനെയായിട്ടാണ് ഇപ്പോൾ ഡ്രസ് വർക്ക് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മുകളിലൊരു ചെറിയ ഒരു ബാൽക്കണി ഉണ്ട്.
നമുക്ക് പ്ലാനിൽ 6x6 ബാൽക്കണി ആയിരുന്നു. അപ്പോൾ 6 ഫീറ്റിന് നമ്മൾ സ്ലാബ് ഇട്ടിട്ടുള്ളത്. പിന്നെ 6 ഫീറ്റ് ചെറുതാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു 6x6 നമ്മൾ മെറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 12x6 ആണ് നമ്മുടെ ബാൽക്കണി ഉള്ളത്. അപ്പോൾ തൊട്ട് താഴെ കാണുന്നത് നമ്മുടെ കാർപോർട്സിൻ്റെ ടോപ്പാണ്. കാർപോർട്സിൻ്റെ ടോപ്പായത്. ഈ മഴ സമയത്താണ് കുറേ വർക്കൊക്കെ ചെയ്തത്. അങ്ങനെയായിട്ട് കറക്റ്റ് ഫിനിഷിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. മഴ നിന്ന് കഴിഞ്ഞ് പിന്നെ വേണം ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എൻ്റർ ആവുന്നത് നമ്മളെ മെയിൻ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഡോർസൊക്കെ നമ്മൾ എല്ലാ ഡോറിനും സെയിം പ്ലാനാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കുറച്ച് വലിയ ബെഡ്റൂം. ഇവിടെ കിങ് സൈസ് കോട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് വൈഫിൻ്റെ വർക്കിംഗ് സ്പേസ് ആണ്. അതുപോലെ തന്നെ വാർഡ്രോബ്സ് നമ്മൾ എൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. സ്ഥലം അങ്ങനെ വേസ്റ്റ് ആവൽ വേണ്ട എന്നുള്ളത് കൊണ്ട്. ഇവിടെ ആക്ച്വലി വാക്കിൻ റോ പ്ലാൻ ആയിരുന്നു, പിന്നെ അതും മാറി. എല്ലാ ബെഡ്റൂംസിലും നമ്മൾ ഫുട് ലൈറ്റ് ഉണ്ട്. അപ്പം നമ്മളതെല്ലാം ഇലക്ട്രീഷ്യനെ വിട്ടത് എവിടെല്ലാം എന്തെല്ലാം വേണോ നോക്കിയിട്ട് അങ്ങ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട്. അതിൽ ചെറിയൊരു വാഷ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാ വാഷ്റൂംസിലും കമേഡ്സ് വന്നിട്ട് സൊമാനി കമ്പനിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് സിസ്റ്റം എല്ലാം നമ്മൾ കറക്റ്റ് ഇവിടെ അപ്പർ ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാ കോർണറിലേക്കും ഇൻ്റർനെറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ.